വൈകുന്നേരം ബസ് സ്റ്റോപ്പിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ അച്ഛനെ കണ്ടത്. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നേ. എനിക്കാണെങ്കിൽ പ്രായമുള്ളവരടുത്ത് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. നമ്മൾ ബസ് സ്റ്റോപ്പിന് മുന്നിൽ തന്നെ ഒരു കടയുണ്ട് കേട്ടോ. മുന്നിൽ നല്ല മരമൊക്കെ ആയിട്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ, പണ്ടത്തെ ചായക്കട കേട്ടോ. അങ്ങനെ തേജു ആണെങ്കിൽ എൻ്റെ അടുത്ത് മുഖം വീർപ്പിച്ച് തെറ്റിയിരിക്കട്ടെ, വേറെ ഒന്നല്ല മിഠായി വാങ്ങി കൊടുക്കാത്തതിന്. ഇന്ന് ഡാൻസ് സ്കൂളിലേക്ക് പോകട്ടോ. ഇന്ന് ഡാൻസ് സ്കൂളിലുള്ള ദിവസമാണ്. തേജു ആണെങ്കിൽ പരക്കം മഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നേ. ഇവിടെ വന്നിട്ടാട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുക. അങ്ങനെ അവൻ നേരെ ക്ലാസ്സിലേക്ക് കയറി കേട്ടോ. ഇവിടെ ഒരു മാഡം ഉണ്ട്. മാഡത്തിന് ഭയങ്കര കെയറിങ് കേട്ടോ മക്കളോട്. എല്ലാ സമയത്തും ഇടക്കിടക്ക് വന്ന് ഇങ്ങനെ കുട്ടികളൊക്കെ നോക്കിയിട്ട് പോകും കേട്ടോ. ഭയങ്കര കെയറിങ് ആണ്. അങ്ങനെ ഞാൻ കട്ട പോസ്റ്റിലിരിക്കുമ്പോഴാണ് നമ്മുടെ ടിൻറ്റു ചേച്ചി വന്നത്. ടിൻറ്റു ചേച്ചി വന്നിട്ട് കുറേ നേരം സംസാരിച്ചിട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ്. ചേച്ചീൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഭയങ്കര വൈബാട്ടോ. ചേച്ചി ഒരു കൗൺസിലറാണ്. അങ്ങനെ ഞങ്ങൾ സാറിൻ്റെ ഡാൻസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടോ. നല്ല ഭംഗിയിൽ പഠിപ്പിക്കും കേട്ടോ സാറ്. തേജു ആണെങ്കിൽ കുറച്ച് നേരം സമയം കിട്ടി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. തേജുവിനെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തൊക്കെയോ ചെയ്യിപ്പിക്കണ്ടായിരുന്നേ. ഇന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഡ്രമ്മും പിന്നെ വെസ്റ്റേൺ ഡാൻസും കേട്ടോ പഠിപ്പിക്കുക. അങ്ങനെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ തേജുവിനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വന്നേ. എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ഈ കടയിലേക്ക് കയറി കേട്ടോ. ഇന്നാണെങ്കിൽ ചിക്കൻ റോളും ലൈമും വാങ്ങിക്കൊടുത്ത്, ഞാനാണ് ഇവിടുത്തെ ഒരു സുഖിയൻ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞു അവർ വാങ്ങിപ്പിച്ചു കേട്ടോ. അങ്ങനെ ഞാനും അത് കഴിച്ചു. എനിക്കാണെങ്കിൽ രാത്രി സമയങ്ങളിൽ ഇങ്ങനെ ടൗണിൽ കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.